ASSALAMU. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ തലശ്ശേരി സ്റ്റൈൽ ഉന്നക്കായാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നതാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന ഓരോരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ പഴത്തിൻ്റെ അധികം പഴുക്കാനും പാടില്ല. അത് നമുക്കിങ്ങനെ ഇതുപോലെ ആവിയിൽ വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ ആവിയിൽ വെച്ച് വേവിച്ചിട്ടുണ്ട്. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ ഈ സീഡ്സ് ഒക്കെ മാറ്റിയിട്ട് ഇതുപോലെ എല്ലാം റെഡിയാക്കി വെക്കാം. ഇതുപോലെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്മാഷർ വെച്ച് അത് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പഴമായതുകൊണ്ട് എനിക്കിവിടെ നന്നായിട്ട് തന്നെ ഉടഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒന്ന് കൈപ്പിടിക്കാൻ പറ്റുന്ന ഒരളവിന് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ ഗീയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കാഷ്നട്ട് പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുന്തിരിയും ചേർത്ത് കൊടുക്കുക. അതിവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂണാണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര മധുരം വേണോ. ഇത് വെറും തേങ്ങയല്ല, ഇതിൻ്റെ കൂടെ ഞാൻ മുട്ടയും ചേർത്താൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 5 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഇതുപോലെ നന്നായി വഴറ്റണം. ഇപ്പം ഞാൻ ഇവിടെ എടുത്ത മുട്ടയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്താലേ നമുക്ക് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടൻ്റെ ഇതൊക്കെ കിട്ടും. ഇപ്പം ഇവിടെ മുട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അത് ആറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ സ്മാഷ് ചെയ്ത് വെച്ച പഴത്തിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്ത് ഇതുപോലെ പരത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കുറച്ച് മസാലയും കൂടെ വെച്ച് ഇതുപോലെ നന്നായി ഉരുട്ടിയെടുക്കാം. ഇതുപോലത്തെ ഒരു ഷേപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ ഉന്നക്കായ ഇവിടെ ഉരുളകളാക്കി എല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ എല്ലാം ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പകുതി എടുത്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഒരാഴ്ച വരെ യൂസ് ചെയ്യാം. ഇനി എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഉന്നക്കായൊക്കെ നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊക്കെ എടുത്ത് മാറ്റി വെക്കാം. ഇവിടെ ഇപ്പം നമ്മുടെ ഉന്നക്കായൊക്കെ റെഡിയായി കഴിഞ്ഞ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി വരുന്നവരെ താങ്ക് യു.